ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഓഫ് അനാട്ടമിയാണ്. അപ്പോൾ നമ്മൾക്ക് സെഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ട്രക്കിയ? ഓപ്ഷൻസ് ആർ എ 5 to 7 centimeter, ബി 8 to 10 centimeter, സി 10 to 12 centimeter, ഡി 12 to 15 centimeter. ആൻസർ ഈസ് ഓപ്ഷൻ സി 10 to 12 centimeter. ട്രക്കിയയുടെ ലെന്താണ് ചോദിച്ചിരിക്കുന്നത്. ട്രക്കിയ ഈസ് എ ഫൈബ്രോകാർട്ടിലേജസ് ട്യൂബ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 10 to 12 centimeter. Second question is, the trachea begins at the lower border of which cartilage? Options are thyroid, B cricoid, C adenoid, D epiglottic. These are the cartilaginous structures. So ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി cricoid cartilage. Trachea is start at the lower border of C6 vertebra. Then third question is, trachea ends at which vertebral level? Options are T3, B T4, C T5, D T6. Answer വരുന്നത് ഓപ്ഷൻ സി T5 vertebral level. The trachea ends at the level of sternal angle, that is between T4 to T5. And from there it will divide into two primary bronchi. So answer is T5. അടുത്ത question, what type of epithelium lines the trachea? നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ച്. ഇവിടെ ട്രക്കിയനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ എ സിമ്പിൾ സ്ക്വാമസ്, ബി സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റ് കോളുംനാർ എപ്പിത്തീലിയം, സി കുബോയിഡൽ എപ്പിത്തീലിയം, ഡി സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കോളുംനാർ എപ്പിത്തീലിയം. Because the tracheal mucosa is lined by pseudostratified columnar epithelium. It's mainly for the mucus transport. Next question is, the incomplete rings of the trachea are composed of? Option A elastic cartilage, B fibrous tissue, C hyaline cartilage, and option D bone. The correct answer is option C hyaline cartilage. The trachea has 16 to 20 C-shaped rings of hyaline cartilage, mainly for the structural support. The next question is, the carina is important for? Options are dividing the nasal cavity, triggering the cough reflex, C stabilizing the trachea, D filtering air. കരീന എന്ന് പറയുന്നത് നമ്മുടെ ട്രക്കിയൻ്റെ എൻ പോർഷൻ ആണ്. അവിടെ വെച്ചിട്ടാണ് മെയിൻ ബ്രോങ്കൈസ് ഡിവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രിഗറിങ് ദ കഫ് റിഫ്ലക്സ്. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ കരീന ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ട്രിഗേഴ്സ് ദ കഫ് റിഫ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് പ്രൈമറി ബ്രോങ്കസ് ഈസ്? ഓപ്ഷൻ എ ലോങ്ങർ ആൻഡ് വൈഡർ ദാൻ ദ ലെഫ്റ്റ്, ബി മോർ വെർട്ടിക്കൽ ഷോർട്ടർ ആൻഡ് വൈഡർ ദാൻ ദ ലെഫ്റ്റ്, സി ഹൊറിസോണ്ടൽ ആൻഡ് ലോങ്ങർ ദാൻ ദ ലെഫ്റ്റ്, ഡി നാരോവർ ആൻഡ് മോർ വെർട്ടിക്കൽ ദാൻ ദ ലെഫ്റ്റ്. ദ റൈറ്റ് ബ്രോങ്കസിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, മോർ വെർട്ടിക്കൽ ഷോർട്ടർ ആൻഡ് വൈഡർ ദാൻ ദ ലെഫ്റ്റ്. ദ അനാട്ടമിക്കൽ ഡിഫറൻസ് മേക്ക് ദ റൈറ്റ് ബ്രോങ്കസ് മോർ പ്രോൺ ടു ആസ്പിറേറ്റ് ഒബ്ജക്റ്റ് ലോഡ്ജ്മെൻറ്റ്. അതായത് നമ്മൾ ആസ്പിറേഷനിലൊക്കെ ഫോറിൻ ബോഡി ആസ്പിറേഷൻ ചെയ്ത് ഉണ്ടാവുന്നൊരു കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ചാൻസ് റൈറ്റ് ബ്രോങ്കസിലേക്ക് പൾമറി ബ്രോങ്കസിലേക്ക് ലോഡ് ചെയ്യാനാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആ സൈഡിലായിരിക്കും. ഫോറിൻ ബോഡീസ് പെട്ടെന്ന് അതിലേക്കായിരിക്കും ലോഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് സർഫാക്ടൻ ഇൻ ആൽവിയോളൈ? ഓപ്ഷൻസ് ആർ എ ഇൻക്രീസ് മ്യൂക്കസ് പ്രൊഡക്ഷൻ, ബി സ്റ്റിമുലസ് ഗ്യാസ് എക്സ്ചേഞ്ച്, സി റെഡ്യൂസ് സർഫസ് ടെൻഷൻ, ഡി എൻഹാൻസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. സർഫാക്റ്റൻറ്റിൻ്റെ ഫങ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റെഡ്യൂസ് സർഫസ് ടെൻഷൻ. ദ സർഫാക്റ്റൻ പ്രിവെൻറ്റ്സ് ആൽവിയോളാർ കൊളാപ്സ് ബൈ റെഡ്യൂസിങ് സർഫസ് ടെൻഷൻ ഓഫ് ദ ആൽവിയോളാർ ഫ്ലൂയിഡ്. സർഫാക്റ്റൻ്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ആൽവിയോളായി കൊളാപ്സ് ആണ് ഉണ്ടാവുക. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർഫാക്റ്റൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ടൈപ്പ് ഓഫ് സെൽസ് ആർ മോർ അബണ്ടൻറ്റ് ഇൻ ദ ആൽവിയോളൈ? ഓപ്ഷൻ എ type 1 alveolar cell, option B type 2 alveolar cells, option C macrophages,
ആൻഡ് ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്സ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടൈപ്പ് 1 സെൽസ് ആണ്, വിച്ച് മേക്ക് 95% ഓഫ് ദ alveolar wall and facilitate gas exchange. Next question is, the lungs receive their parasympathetic nerve supply from. Parasympathetic nerve supply of the lungs അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് സിമ്പത്തറ്റിക് ഗാംഗ്ലിയ, ഓപ്ഷൻ ബി വാഗസ് നെർവ്, സി ഫ്രെനിക് നെർവ്, ഡി ഇൻട്രകോസ്റ്റൽ നെർവ്. ഓപ്ഷൻ ബി വാഗസ് ആണ് ആൻസർ. പാരസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് ദ വാഗസ് നെർവ് കോസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ. സോ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഡു സപ്പോർട്ട്. താങ്ക് യു.